നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. ആ സ്ഥിതിക്ക് ഒരു വാർത്താ പ്രാധാന്യം വേണം. അങ്ങനെ വാർത്താ പ്രാധാന്യത്തിനും ശ്രദ്ധ ക്ഷണിക്കാനുമ എന്തൊക്കെ ചെയ്യാമെന്ന ഗവേഷണത്തിലാണ് MA ബേബി. അങ്ങനെയാണ് BJPയെ ചുമ്മാതെ അങ്ങ് ചൊറിയാമെന്ന കണക്കുകൂട്ടൽ ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടിയതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ സ്ഥാനം കൊണ്ട് കാര്യമായ നേട്ടമൊന്നുമില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ MA ബേബിയെ ഒതുക്കി എന്ന് തന്നെ പറയാം. കേരളത്തിൽ നിന്ന് തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ഉണ്ടായാൽ പോലും സംസ്ഥാനത്തെ പാർട്ടിക്ക് പിണറായി വിജയൻ തന്നെയാണ് പരമോന്നത നേതാവ്. അതിന് ഒരു മാറ്റവും വരുത്തില്ല. അല്ലെങ്കിൽ പിണറായിക്ക് അതിന് സൗകര്യം ഇല്ല എന്നതാണ് സത്യം. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ നാടുമുഴുക്കെ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സാണ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇതാണ് അവസ്ഥ. പാർട്ടി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിന് ജനറൽ സെക്രട്ടറിയെ സാക്ഷി നിർത്തി പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പാർട്ടി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ടോ എങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം പിണറായിയെ എതിർക്കാൻ പാർട്ടിക്കുള്ളിൽ ആർക്കും ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ BJPയെ ഒന്ന് വിമർശിച്ചാൽ പാർട്ടിക്കുള്ളിൽ തന്നെ എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ട് മോഡിയെ ഒന്ന് വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് MA ബേബി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്രത്തിലെ മോദി സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് ബേബി പക്ഷം. അല്ലേ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു? എന്തറിഞ്ഞിട്ടാണ് ഈ ബേബി സാർ വാ തുറന്ന് മണ്ടത്തരം വിളമ്പുന്നത്? അല്ല, ഇനി ബേബി സാർ പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ? ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. സൗദിയെ സന്ദർശനത്തിലായിരുന്ന മോദി അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനം മതിയാക്കി വേഗത്തിൽ ഡൽഹിയിലെത്തുകയായിരുന്നു. അടിയന്തര സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സൈനിക മേധാവിമാരുടെ യോഗം ചേർന്നു. സുരക്ഷാ കാര്യങ്ങളുള്ള മന്ത്രിസഭാ സമിതി യോഗവും ചേരും. മോദി കാശ്മീരിൽ സന്ദർശിക്കും. ഇതിനോടകം തന്നെ അമിത്ഷാ സംഭവസ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന MA ബേബിക്ക് ഉളുപ്പില്ലേ എന്നേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.